ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ഒരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങാക്കായ വെച്ചിട്ടാണ്. ഇന്നിപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമുക്ക് അവൈലബിളാണ് മുരിങ്ങാക്കായ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പ് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഈ ഒരു 3 വലുപ്പത്തിലുള്ള മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാം വരുന്നുണ്ട് കേട്ടോ ഈ മുരിങ്ങാക്കായ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇതിവിടെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഒരു കുഞ്ഞ് സവാളയാണ്. അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് ഒരു തക്കാളിയാണ്. അതും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും. ഇത്രയും മതി കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങക്കായ, അതേപോലെ തന്നെ ഉള്ളി, അതേപോലെ തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇതെല്ലാം അവിടെ ആവുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ 4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം മുരിങ്ങക്കായൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സവാളയും നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ വെന്തത് കൊണ്ട് തന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാം നല്ല പോലെ തന്നെ ഉടച്ചെടുക്കണം. ഈ സൂപ്പിലേക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടണം. ആ വിധത്തിൽ എല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കുക്കർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എല്ലാം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുറച്ചും കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും മതിയാവും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.